ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഞാനിവിടെ ജ്യൂസിന് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് സോറും സ്വീറ്റും സ്പൈസിയുമാണ് ജ്യൂസ്. നല്ല ചിൽഡായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ആ മാങ്ങയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് നീറ്റാക്കി വെച്ചതാണ്. പച്ചമാങ്ങയല്ല, എന്നാലും ഒരല്പം മൂത്ത് ടൈപ്പുള്ളൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈറ്റ് യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ പോരായെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഷുഗറൊക്കെ ഒരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം മതി, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല ചിൽഡായ ഡ്രിങ്ക് ആണല്ലോ, അതുകൊണ്ട് ഐസ് ക്യൂബ്സ് നല്ലപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടായി പോകരുത്. ഒരു 1/2 ഗ്ലാസ് അടുക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനായി നമുക്ക് ആദ്യം ജ്യൂസ് ഗ്ലാസ്സിൽ 2 ക്യൂബ് ഐസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച് വയ്ക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരല്പം പെപ്പർ പൗഡർ മേലെ ഇട്ട് കൊടുക്കാം. ഒരല്പം മതി. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ജസ്റ്റ് ഫോർ ഡെക്കറേഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ 2 പീസ് മാംഗോ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചെറിയ കുട്ടികൾക്ക് പോലും തനിയെ ചെയ്യാൻ പറ്റും ഈ റെസിപ്പി. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.